ടൗണിനടുത്ത് വടവാതൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടുള്ളത്. ജേക്കബ് സാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോണിയ മാഡത്തിനും മക്കൾക്കുമായിട്ട് നിർമ്മിക്കപ്പെട്ടുള്ള ഈ വീട് ഏകദേശം 4 ബെഡ്റൂമുള്ള ഒരു വീടിനായിരുന്നു ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ താരതമ്യേന ഉയർന്ന ഒരു പ്രദേശത്താണ് ഈ പ്ലോട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിലായിരുന്നു ഈ വീട് നിർമ്മിക്കപ്പെടാനായിട്ട് തിരഞ്ഞെടുത്ത ഭൂമി. അപ്പോൾ ഒരു ട്രോപ്പിക്കൽ ശൈലിയിലുള്ളൊരു എലിവേഷൻ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. എന്നാൽ ഒരു ട്രഡീഷണലായ ഒരു ചെറിയ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാടനോട്, അതുപോലെ തന്നെ വൈറ്റ് കളറ്, വുഡൻ, ടീക്ക് ഫിനിഷ് തുടങ്ങിയവയൊക്കെയാണ് ഈ വീടിൻ്റെ എലിവേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്. ഒരു ട്രോപ്പിക്കൽ ശൈലിയിലുള്ള എക്സ്റ്റീരിയർ എലിവേഷനിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിന് ഇൻറ്റീരിയറിൽ കൂടുതൽ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ശൈലിയാണ്. അപ്പം തന്നെയല്ല ഇതിൻ്റെ അകത്തെ ഫോമൽ ലിവിങ് അതുപോലെ തന്നെ ഡൈനിങ്ങും വരുന്ന സ്പേസിനൊക്കെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ കൊടുത്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റീനെ കൂടുതൽ എൻഹാൻസ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും വുഡൻ ഫിനിഷ്, അതുപോലെ തന്നെ ചില കളറുകളുടെ കോമ്പിനേഷൻസ്, അങ്ങനെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസിലൂടെ ഒരു കണ്ടംപററി ശൈലിയിലുള്ള ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. വളരെ നാരോ ആയിട്ടുള്ളൊരു പ്ലോട്ട് ആയിരുന്നത് കൊണ്ട് തന്നെ ഈ വീടിൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളിതിനെ അപ്രോച്ച് ചെയ്തൊരു രീതി എന്ന് പറയുന്നത് സെൻട്രലുള്ള പോർഷനെ ഒരു കോമൺ ഏരിയകളായിട്ട് നിർത്തുകയും അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏരിയയിലോട്ട് ഇതിൻ്റെ ബെഡ്റൂംസ് പോലത്തെ കാര്യങ്ങളിലെ കൊണ്ടുവരികയും അതിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് കിച്ചൺ മുതലായ കാര്യങ്ങളെ കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയുമ്പോൾ അവിടെയും തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോണ്, അതുപോലെ തന്നെ നാച്ചുറൽ പേൾ ഗ്രാസ്, അങ്ങനെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ട്രോപ്പിക്കൽ ഡിസൈനിന് വളരെ സ്യൂട്ടാകുന്ന മിനിമൽ ആയിട്ടുള്ള കളേഴ്സും മെറ്റീരിയൽസുമാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷനും ലാൻഡ്സ്കേപ്പിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഓണറുടെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ നാടിൻ്റെ ഒരു കാലാവസ്ഥയ്ക്കും അവിടുത്തെ ആ ഒരു പ്രകൃതിക്ക് ഏറ്റവും യോജിച്ച ട്രോപ്പിക്കലായിട്ടുള്ളൊരു ശൈലി ഫോളോ ചെയ്തുകൊണ്ട് വളരെ മിനിമലായിട്ടുള്ള എന്നാൽ ഫീൽ ഗുഡ് തരുന്നൊരു ഡിസൈൻ ആ പ്ലോട്ടിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം.